പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. വള്ളുവനാടൻ മണ്ണിൽ വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം പകർന്നിറങ്ങി ചിനക്കത്തൂർ പൂരത്തിന് സമാപനം കുറിച്ചു. ചിനക്കത്തൂരിന്റെ പെരുമയും കുതിരക്കളിയും ആനപ്പൂരവും തട്ടിന്മേൽക്കൂത്തും ചിനക്കത്തൂർ പൂരത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കി. വ്യാഴാഴ്ച നടന്ന കുതിരക്കളിയോടുകൂടി സമാപനം കുറിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ചിനക്കത്തൂരൻ മണ്ണ് പൂരപ്രപഞ്ചത്തിൽ ആറാടി. വിവിധ ദേശങ്ങളിലായുള്ള 16 കുതിരകൾ ചിനക്കത്തൂരൻ മുറ്റത്ത് വാനിലേക്ക് ഉയർന്നു പൊങ്ങി. പണ്ടാര കുതിരയും പുതുക്കോവിലകവും കെട്ടിലമ്മയും ഏറാൾപ്പാടുമൊക്കെ വീറും വാശിയോടെ ചിനക്കത്തൂരിന്റെ മുറ്റത്ത് മത്സരിച്ചു. ശേഷം കുതിരക്കളി പിൻവാങ്ങിയതോടെ തേരും തട്ടിന്മേൽക്കൂത്തും ഒന്നിനോടൊന്ന് മികച്ചതാക്കി ചിനക്കത്തൂരിൽ നിന്നും മടങ്ങി. പിന്നീട് വടക്കൻ പടിഞ്ഞാറൻ ചേരികളിൽ നിന്നായി 27 കരിവീരന്മാർ ചിനക്കത്തൂരൻ തിരുമുറ്റത്ത് അണിനിരന്നതോടെ ആനപ്പൂരത്തിന് തുടക്കമായി. പാണ്ടിമേളത്തോടുകൂടി ചിനക്കത്തൂരിന്റെ മണ്ണിൽ പിന്നീട് കുടമാറ്റത്തിന്റെ വർണ്ണ നിമിഷങ്ങളായി. 1 മണിക്കൂർ നേരം ആനപ്പൂരത്തിന്റെ മനോഹര കാഴ്ചകൾക്ക് ശേഷം പിന്നീട് സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളുടെ വരവായിരുന്നു. വണ്ടിവേഷങ്ങളും തമ്പോലവാദ്യവും ശിങ്കാരിമേളവും പൂക്കാവടിയും ചിനക്കത്തൂരിന്റെ പൂരക്കാഴ്ചകൾക്ക് കുളിർമയേകി. ശേഷം ചിനക്കത്തൂരിൽ പാടത്ത് ആകാശത്തിന്റെ വർണ്ണവിസ്മയങ്ങൾ ചാലിച്ച് വെടിക്കെട്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 4 മണിയോടുകൂടി ക്ഷേത്രത്തിൽ വീണ്ടും തലയെടുപ്പിന്റെ 27 കരിവീരചന്തങ്ങൾ അണിനിരന്നു. രാവിലെ 8 മണിയോടുകൂടി കുതിരക്കളിയും ശേഷം വെടിക്കെട്ടും നടന്നു. ഇതോടുകൂടിയാണ് ഈ വർഷത്തെ ചിനക്കത്തൂർ പൂരത്തിന് സമാപനമായത്. ന്യൂസ് ഡെസ്ക് CCV.